ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു പ്രശസ്ത നടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരുമിപ്പിച്ചുകൊണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ രസകരമായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാർ ആപ്ലിക്കേഷൻ. ഏത് പ്രശസ്ത നടിയുടെ അടുത്ത് നിങ്ങൾ പോയില്ലെങ്കിലും അതുപോലെ തോന്നിപ്പിക്കുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാജിക്കും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആരെ കൊണ്ടും നിങ്ങൾക്ക് അവരെ കാണാതെ തന്നെ അവരെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അവരെ നിങ്ങളുമായിട്ടുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അവരെ ഒന്നിപ്പിച്ച് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഗാലറിയിലോട്ട് ഈ ഫോട്ടോ സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെളിയിൽ കൊടുത്തിട്ടുണ്ടാകും. ആപ്പ് ലിങ്ക് എന്തോ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പ്രശസ്തമായിട്ടുള്ള ഒരു ആളെ ഫോട്ടോ എടുക്കണം. ഞാൻ ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് വരാം. എൻ്റെ ഫോട്ടോ അല്ല, നിങ്ങൾ ആരാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ ഫോട്ടോയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ ഫോട്ടോ എടുത്തിട്ട് വരാം. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ തന്നെ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നേരത്തെ ഉപയോഗിച്ചു, അതുകൊണ്ടാണ് അലോ ചെയ്ത് കൊടുക്കാൻ വരാത്തത്. അപ്പോൾ ഞാൻ ആദ്യം ആരെയാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ആ പ്രശസ്തമായ ആളുടെ ഫോട്ടോയാണ് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത്. പിന്നെ ഇത്രയൊക്കെ ചെയ്യണില്ലേ, ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. രണ്ട് ചാനലും ആദ്യമായിട്ട് ആണ് നിങ്ങളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിലെ ബെല്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോൺ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ആദ്യമേ പറയാൻ മറന്നുപോയി ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് റിമൂവ് ചെയ്തിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് ടിക്ക് കൊടുക്കുക, ടിക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു പരസ്യം വരും. പരസ്യം വേണമെങ്കിൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി. ഓക്കെ. എന്നിട്ട് ഇവിടെ റീസൈസ് എന്നൊരു ബട്ടൺ കാണും. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈസ് സെലക്ട് ചെയ്യുക. രണ്ടുപേര് നിൽക്കാൻ പറ്റുന്ന സൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ സൈസാണ് സെലക്ട് ചെയ്യുന്നത്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈസ് സെലക്ട് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിന് യൂട്യൂബിൻ്റെ സൈസ് തന്നെയാണ് നല്ലത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. നിങ്ങൾക്ക് പർച്ചേസൊക്കെ ചെയ്യണം, കൂടുതൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്ക് അല്ലാതെ തന്നെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ലഭ്യമാണ്. ഞാൻ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ആടെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എൻ്റെ ഒരു ഫോട്ടോ ഇതുപോലെ ആഡ് ചെയ്യുന്നു. പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവായി വരാത്തതുകൊണ്ടാണ് ഒരുമാതിരി ഇരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് റിമൂവായി വന്നതിന് ശേഷം കാണാം. രണ്ടാമത്തെ ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ട് ചില സമയം റിമൂവായി വരുന്നില്ല. ഞാൻ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് റിമൂവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഒരു ആപ്പിൻ്റെ സഹായം വേണ്ട. എന്നിട്ട് റിമൂവ് ഡോട്ട് ബി ജി ഒന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണോ റിമൂവ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യും. എന്തോ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ റിമൂവ് ആവത്തേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഫോട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ റിമൂവ് ആയിട്ടുണ്ട്. ഇതുപോലെ സേവ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തതാണ്. ഇത് അറിയാത്തവർക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. ഇനി ഇത് ഞാൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ
നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് ഞാൻ ആഡ് ഫോട്ടോ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ഞാനിവിടെ എൻ്റെ ആവശ്യത്തിന് കൂട്ടി കുറച്ചും നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ ആവശ്യം ഇത് ഇപ്പം എടുത്ത ഫോട്ടോ ഇടുന്നതുകൊണ്ടാണ് അതിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. രണ്ടുപേരത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. ഇതുപോലെ ഇപ്പോൾ കണ്ടില്ലേ, രണ്ടുപേരും ഒരുമിപ്പിച്ച ഫോട്ടോ എടുത്ത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. അല്ലാതെ റിമൂവ് ആവുകയില്ല. ഇത് ഞാൻ ഇപ്പോൾ എടുത്ത ഫോട്ടോയാണ്, അതുകൊണ്ടാണ് ഒരുമാതിരി ഇരിക്കുന്നത്. നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും പ്രശസ്തമായിട്ടുള്ള ആളിൻ്റെ മുന്നിൽ നിന്നില്ലെങ്കിലും നിങ്ങൾക്കിതുപോലെ അവരെ ഒരുമിപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരുമിപ്പിക്കാനും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടില്ല. ഇതിനകത്ത് സേവ് ചെയ്തിട്ടായാലും ഇതുപോലെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് സേവ് ചെയ്ത് ഇടാനും സാധിക്കുന്നതാണ്. ഇനി ഞാൻ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സേവ് ചെയ്ത ഫോട്ടോ ഇതുപോലെ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. വലിയ ക്വാളിറ്റിയുള്ള ഫോട്ടോ എടുത്ത് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പം എടുത്ത ഫോട്ടോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ക്വാളിറ്റിയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി വെച്ചുള്ള ഇത് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഏത് പ്രശസ്തമായിട്ടുള്ള ആളിൻ്റെ അടുത്ത് നിൽക്കാതെ നിന്നോളം നിങ്ങളെ കൂട്ടുകാരെയൊക്കെ ബാഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്ര ഉള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കുക. MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ, ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. ഇത് മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ, ക്രിയേറ്റ് ചെയ്യാനേ ഉള്ളൂ. ഞാൻ ഇപ്പം എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ ഫോട്ടോയുടെ ക്വാളിറ്റി നിങ്ങൾ കാര്യമാക്കണ്ട, അതിപ്പോൾ എടുത്ത ഫോട്ടോ ആയതുകൊണ്ടാണ്. വേറെ നിങ്ങൾക്ക് ആക്ച്വലി ക്വാളിറ്റി ഉള്ള ഫോട്ടോ ആണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കണ്ട കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ട കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാമെന്ന്. ഗുഡ് ബൈ.